Good morning. Morning. സുഖാണ് എല്ലാവർക്കും. ഓക്കെ, കഴിച്ചോ? ഓക്കെ, അപ്പൊ നമ്മള് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, നമ്മൾ എടുത്ത് നിർത്തിയത് എവിടെ വരെ ആയിരുന്നു? ഓർക്കുന്നുണ്ടോ? വായിച്ചു നോക്കിയിട്ടുണ്ടോ? എടുത്ത് നിർത്തിയത് ഓർക്കുന്നുണ്ടോ? പ്രൊജക്റ്റീവ് ടെസ്റ്റ് വരെയാണല്ലേ നമ്മൾ എടുത്ത് നിർത്തിയത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഡിഫറൻസ് ബിറ്റ്വീൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. എന്താണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാല്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്തായിരുന്നു? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫസ്റ്റ് പഠിച്ചതായിരുന്നു അല്ലെ? ആപ്റ്റിറ്റ്യൂഡ് എന്നാൽ എന്താണ്? എന്താ മീനിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല്? അഭിരുചി. ഓക്കെ, അതുപോലെ തന്നെ അച്ചീവ്മെന്റ് ടെസ്റ്റ് അല്ലെ? ഓർക്കുന്നുണ്ടോ? എന്താണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്? എന്താണ് അവിടെ ചെക്ക് ചെയ്യുന്നത്? നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്താ? നോളജ് ആണ് അല്ലെ? ഓക്കെ, വെരി ഗുഡ്. നമുക്ക് നോക്കാം ഡിഫറൻസ് ബിറ്റ്വീൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. ഫസ്റ്റ് വൺ, ആപ്റ്റിറ്റ്യൂഡ് ഹാസ് traditionally referred to a person's capacity to profit from further training. എന്താണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? അഭിരുചി ടെസ്റ്റ് ആണ് അല്ലെ? ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അഭിരുചിയാണ്. അപ്പൊ അതിൽ പറയുന്നത് നോക്കി, ഹാസ് ട്രഡീഷണലി referred to a person's capacity to profit from further training. ഇവിടെ പറയുന്നത് എന്താണ്? നിലവിലുള്ള ജോബിന് പുറമെ കൂടുതൽ പരിശീലനത്തിലൂടെ ലാഭം ഉണ്ടാക്കുന്നതിനുള്ള ഒരു വ്യക്തിയുടെ കഴിവ്, അതിനെയാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫർദർ ആയിട്ട് ട്രെയിനിങ് ലഭിച്ചുകൊണ്ട്, കൂടുതൽ പരിശീലനങ്ങൾ ലഭിച്ചുകൊണ്ട് ലാഭം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയുടെ കഴിവ്, അതിനെയാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ജോലി ഉണ്ടാവും, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇനി പാർട്ട് ടൈം ജോലി, ചിലപ്പോ വീട്ടിൽ പോയിരുന്നിട്ട് പാർട്ട് ടൈം ജോലി ചെയ്യാം അല്ലെ? അപ്പൊ എന്താണ്? നമുക്കൊരു എക്സ്ട്രാ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അയ്യോ, നിലവിലൊരു ജോലി ഉണ്ടാവാം, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? പിന്നെ നമ്മൾ എന്താണ്? ചിലപ്പോ വീട്ടിൽ പോയിട്ട് വർക്ക് ഫ്രം ഹോം ആയിട്ട് ചിലപ്പോൾ ജോലി ചെയ്യുമ്പോൾ എക്സ്ട്രാ ഒരു വരുമാനം നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ? നിലവിലുള്ള ജോബിന് പുറമെ കൂടുതൽ പരിശീലനത്തിലൂടെ ലാഭം ഉണ്ടാക്കുന്നതിനുള്ള വ്യക്തിയുടെ കഴിവിനെയാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്, ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് അച്ചീവ്മെന്റ് നോക്കിയേ. അച്ചീവ്മെന്റ് ഹാസ് റെഫേർഡ് ടു ദ ഡിഗ്രി ടു എബിലിറ്റി ഓൾറെഡി അറ്റൈൻഡ്. നമ്മൾ പറഞ്ഞു അല്ലെ, നോളജ് ലെവൽ, ഒരു സ്പെസിഫിക് ഫീൽഡില് എത്രത്തോളം നോളജ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓൾറെഡി അറ്റൈൻ ചെയ്തിട്ടുള്ള അല്ലെ, നേടിയെടുത്തിട്ടുള്ള, ഓൾറെഡി നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. Second one നോക്കാം, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോക്കസ് ഓൺ കോമ്പിറ്റൻസ് അക്യൂർഡ് ഫ്രം ജനറൽ ഇൻഫോർമൽ ഔട്ട് ഓഫ് സ്കൂൾ എക്സ്പീരിയൻസ്. അപ്പൊ എന്താണ്
സ്കൂൾ എക്സ്പീരിയൻസിന് പുറമെ നമ്മൾ നേടിയെടുത്തിട്ടുള്ള പൊതുവായതും അതുപോലെ തന്നെ ഇൻഫോർമൽ അല്ലെ അനൗപചാരികമായിട്ട് നേടിയെടുത്തിട്ടുള്ള കഴിവ് അതിനെയാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അച്ചീവ്മെന്റ് ടെസ്റ്റ് നോക്കിയേ, ഫോക്കസ് മോർ ഓൺ സ്പെസിഫിക് ഇൻഫർമേഷൻ obtained from the studying particular school subject. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെസിഫിക് ഫീൽഡ് സയൻസ്, മാത്സ് അല്ലെ, സോഷ്യൽ സയൻസ് അങ്ങനെയുള്ള ആ സ്കൂൾ സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് എത്രത്തോളം നോളജ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അതിനെയാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോ സ്കൂൾ സബ്ജക്റ്റിൽ നമുക്ക് എത്രത്തോളം നോളജ് നമുക്ക് അതിൽ നിന്ന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് ഈ അച്ചീവ്മെന്റ് ടെസ്റ്റിൽ നോക്കുന്നത്. ഇനി നോക്കിയേ, ആപ്റ്റിറ്റ്യൂഡ് മെഷർമെന്റ് ഫോക്കസ് ഓൺ ദി ഫ്യൂച്ചർ. എന്താണ് ഫ്യൂച്ചർ? ഭാവിയാണ് അത് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അച്ചീവ്മെന്റ് മെഷേഴ്സ് ഫോക്കസ് ഓൺ ദി പാസ്റ്റ്. പാസ്റ്റിലെ കാര്യങ്ങളിലാണ് നമ്മൾ അച്ചീവ്മെന്റില് മെഷർ ചെയ്യുന്നത്. അത് ഫോക്കസ് അച്ചീവ്മെന്റ് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് പാസ്റ്റിലെ കാര്യങ്ങളിലാണ്. ആപ്റ്റിറ്റ്യൂഡ് മെഷർമെന്റ് ഫോക്കസ് ഓൺ ഫ്യൂച്ചർ. ഓർത്ത് വെക്കാം കേട്ടോ. ഇനി എന്താണ് നാലാമത്തെ പോയിന്റ്? Aptitude tests have been devised primarily to measure potential achievement or to predict the level of a future performance. ഇനി അച്ചീവ്മെന്റ് ടെസ്റ്റ് അല്ലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ് മെഷർ ചെയ്യുന്നത് അല്ലെ? പൊട്ടൻഷ്യൽ അച്ചീവ്മെന്റ് ആണ് മെഷർ ചെയ്യുന്നത്. പൊട്ടൻഷ്യലി ഉള്ള അച്ചീവ്മെന്റിനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അതിനകത്ത്. അതുപോലെ തന്നെ ഫ്യൂച്ചർ പെർഫോമൻസ് എപ്പോഴാണോ എന്നുള്ളത് നോക്കുന്നുണ്ട്. ഇനി എന്താണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് യൂസ്ഡ് ടു മെഷർ അറ്റൈനബിലിറ്റി? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ, നമ്മൾ ഓൾറെഡി അറ്റൈൻ ചെയ്തിട്ടുള്ള എബിലിറ്റി അതിനെയാണ് നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിംഗ് became in business or industrial or organizational context words such as the test as administrated for employee selection, placement and occupational counseling. Selection, അതുപോലെ പ്ലേസ്മെന്റ്, ഒക്യുപേഷണൽ കൗൺസിലിംഗ്, ഈ മൂന്ന് കാര്യങ്ങളും യൂസ് ചെയ്തിട്ടാണ് എന്ത് നടക്കുന്നത്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിംഗ് നടത്തുന്നത്. ആ മൂന്ന് കാര്യങ്ങളും ബേസ് ചെയ്തുകൊണ്ടാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിംഗ് നടത്തുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് അച്ചീവ്മെന്റ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത്. ഒന്ന് വായിച്ചു നോക്കിയേ, എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു നിലവിലുള്ള ഒരു ജോബിന് പുറമെ നമ്മൾ കൂടുതൽ പരിശീലനത്തിലൂടെ ലാഭം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾറെഡി നമ്മൾ അറ്റൈൻ ചെയ്തിട്ടുള്ള എബിലിറ്റി അല്ലെ? ഓക്കെ, അതിനെയാണ് നമ്മൾ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ എന്താണ് പറയുന്നത്? സ്കൂൾ എക്സ്പീരിയൻസിന് പുറമെ നമ്മൾ നേടിയെടുത്തിട്ടുള്ള പൊതുവായതും ഇൻഫോർമൽ അനൗപചാരികവുമായിട്ടുള്ള ഒരു നേടിയെടുത്തിട്ടുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? സ്കൂൾ സബ്ജക്റ്റിൽ അല്ലെ, നമ്മൾ ഓൾറെഡി അറ്റൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇനി എന്താണ് ആപ്റ്റിറ്റ്യൂഡ് മെഷർമെന്റ് ഫോക്കസ് എന്തിനാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്? ഫ്യൂച്ചർ, ഭാവിനെ. ഓക്കെ, ഫ്യൂച്ചറിനെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇനി അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണെങ്കിലോ ഫോക്കസ് ഓൺ ദി പാസ്റ്റ്. ഇനി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് have been devised primarily to measure potential achievement. Potential ആയിട്ടുള്ള അച്ചീവ്മെന്റിനെയാണ് മെഷർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്യൂച്ചർ പെർഫോമൻസ് മെഷർ ചെയ്യാനായിട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുന്നത്? അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ അറ്റൈൻ ചെയ്തിട്ടുള്ള നോളജ് അല്ലെങ്കിൽ എന്താണ് എബിലിറ്റി, അറ്റൈൻ ചെയ്തിട്ടുള്ള എബിലിറ്റി സ്കൂൾ സബ്ജക്റ്റിൽ നമ്മൾ അറ്റൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളിലാണ് ഈ ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അച്ചീവ്മെന്റ് ടെസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ അറ്റൈൻ ചെയ്തിട്ടുള്ള എബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ അച്ചീവ്മെന്റ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെലക്ഷൻ, പ്ലേസ്മെന്റ്, ഒക്യുപേഷണൽ കൗൺസിലിംഗ്, ഈ മൂന്നുമായിട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നത്. ഓക്കെ, ഇത് നമുക്ക് അറിയാൻ പറ്റും. ക്ലിയർ ആയോ? വായിച്ചു നോക്കാം കേട്ടോ ഡിഫറൻസ്.
വായിച്ചു കഴിഞ്ഞെങ്കിൽ കണ്ടിട്ടാൽ മതി. കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? ഇനി നെക്സ്റ്റ് ആണ് ചൂസിങ് എ ടെസ്റ്റ്. നമ്മളൊരു ടെസ്റ്റ് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ അതിൽ കൺസിഡർ ചെയ്യേണ്ടത്? കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ നോക്കാനുണ്ട്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്നാണ് താഴെ 1, 2, 3 നമ്പർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. Following standards of factors should be considered while choosing a selection test. ഒരു ഓർഗനൈസേഷനിലേക്ക് എംപ്ലോയിയെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? എന്തൊക്കെയാണ് കണ്ടക്ട് ചെയ്യാറ്? ആദ്യം റിട്ടൺ ടെസ്റ്റ് നടത്തും അല്ലെ, അതിനുശേഷം നമ്മൾ ഇന്റർവ്യൂ നടത്തി, അതുപോലെ തന്നെ ഇപ്പോൾ ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ എന്താണ് ഡെമോ ക്ലാസ് ഒക്കെ എടുപ്പിച്ചിട്ടാണ് അവർക്ക് അതിനുള്ള സ്കില്ലുണ്ടോ, ക്യാപ്പബിലിറ്റി ഉണ്ടോ, അല്ലെ, കഴിവുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സ്കൂളിലേക്ക് ടീച്ചറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലെ. ഏതൊരു സ്കൂൾ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അവിടേക്കായാലും നല്ല സ്കില്ലുള്ള എബിലിറ്റി ഉള്ള ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മള് ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ അല്ലെ, നമ്മള് എന്താണ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. പല വിധത്തില് നമ്മൾ ടെസ്റ്റുകൾ പഠിച്ചു അല്ലെ. അതുപോലെ തന്നെ എന്താണ് ഇന്റർവ്യൂസ്, അങ്ങനെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടക്ട് ചെയ്തിട്ടാണ്, ടെസ്റ്റുകളായാലും ഇന്റർവ്യൂസ് ആയാലും നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് നല്ല സ്കില്ലും എബിലിറ്റിയും ടാലന്റും ഉള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ടെസ്റ്റ് നമ്മൾ നടത്തുമ്പോൾ ടെസ്റ്റ് നടത്തുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ഓക്കെ, ഇതൊക്കെ നോക്കിയിട്ട് വേണം ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്? ഫസ്റ്റ് വൺ എന്താണ്? ഒബ്ജക്ടിവിറ്റി. സെക്കൻഡ് വൺ യൂട്ടിലിറ്റി. തേർഡ് വൺ റിലയബിലിറ്റി. ഫോർത്ത് വൺ വാലിഡിറ്റി. ഫിഫ്ത് വൺ പ്രിപ്പറേഷൻ ആൻഡ് ലാസ്റ്റ് വൺ സ്യൂട്ടബിലിറ്റി. 6 കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നോക്കാം, ഒബ്ജക്ടിവിറ്റി. An objective test measures a variable independent of people conducting the test and the circumstances of the test. അപ്പോ ഒരു പീപ്പിളിനെ അല്ലെങ്കിൽ ഒരു പേഴ്സണെ നമ്മള് എന്താണ് സെലക്ട് ചെയ്യുമ്പോൾ അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ എന്താണ് ഇൻഡിപെൻഡന്റ് ഒരു പീപ്പിളിന്റെ ഒരു വാരിയബിള് നമ്മൾ നോക്കുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഈ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻഡിപെൻഡന്റ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് വേണം. Okay. In other ways, the test have to be fair. എന്താണ് ഫെയർ എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ എന്തോ ആയിക്കോട്ടെ, സ്കൂൾ ആയിക്കോട്ടെ, ഫാക്ടറി ആയിക്കോട്ടെ, കമ്പനി ആയിക്കോട്ടെ, അപ്പൊ എന്ത് ഓർഗനൈസേഷനും ഏതൊരു ഓർഗനൈസേഷൻ ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അല്ലെ, ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അത് ഫെയർ ആയിരിക്കണം, ന്യായമായിരിക്കണം അല്ലെ. ഇനി എന്താണ്? ഒബ്ജക്റ്റീവ് സെലക്ഷൻ മെത്തേഡ് ഗ്യാരണ്ടി അൺബയാസ്ഡ് ഫീച്ചേഴ്സ് ഓഫ് ദി എംപ്ലോയീസ് എബിലിറ്റി അല്ലെ. എംപ്ലോയീസിന്റെ എബിലിറ്റിയെ ഗ്യാരണ്ടി ചെയ്തുകൊണ്ടായിരിക്കണം. തെറ്റുകുറ്റങ്ങൾ അൺബയാസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റുകുറ്റങ്ങളൊന്നും കൂടാതെ എംപ്ലോയീസിന്റെ എബിലിറ്റിയെ ഗ്യാരണ്ടി ചെയ്തിട്ട് വേണം നമ്മള് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാനായിട്ട്. They all start with given each candidate the same information and encouragement. ഓരോ ആൾക്കും നമ്മൾ ഇപ്പോ എന്താണ് പല പല കാൻഡിഡേറ്റ്സ് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വരാം അല്ലെ, ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാനായിട്ട്, ഇന്റർവ്യൂ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല പല കാൻഡിഡേറ്റുകളും വരാം. അപ്പൊ ഓരോരുത്തരും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാതെ എല്ലാ കാൻഡിഡേറ്റ്സിനും എന്തായിരിക്കണം? സെയിം ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ അവരെ ഒരുപോലെ തന്നെ എൻകറേജ്മെന്റും അവർക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് ഒബ്ജക്ടിവിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോ ടെസ്റ്റ് എന്താണ്? has to be
ഫെയർ ന്യായമായിട്ട് നടത്താം, ന്യായമായിരിക്കണം. അതുപോലെ തന്നെ ഈ എന്താണ് എംപ്ലോയീസിന്റെ എബിലിറ്റി ഗ്യാരണ്ടി ചെയ്തുകൊണ്ട് വേണം നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട്. തെറ്റുകുറ്റങ്ങളൊന്നും കൂടാതെ വേണം ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാനായിട്ട്. അതുപോലെ അവിടെ വരുന്ന ഓരോ എംപ്ലോയീസിനും നമ്മൾ ഒരുപോലെ കണ്ടുകൊണ്ട് സെയിം ഇൻഫർമേഷൻ നമ്മൾ അവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള എൻകറേജ്മെന്റ് അല്ലെ, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് പ്രയോറിറ്റൈസ് കൊടുത്ത് അല്ലെ, ഇന്ന വ്യക്തിക്ക് പ്രയോറിറ്റൈസ് കൊടുത്ത് അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ഓരോ വ്യക്തികൾക്കും അവിടെ വരുന്ന എത്ര എംപ്ലോയീസ് ഉണ്ടോ അവർക്ക് സെയിം ആയിട്ടുള്ള ഇൻഫർമേഷനും അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള എൻകറേജ്മെന്റ് ആയിരിക്കണം നൽകേണ്ടത്. അതാണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വസ്തുനിഷ്ഠത. ഓക്കെ, ന്യായമായിരിക്കണം. അതുപോലെ തന്നെ ഈ ഓരോ എംപ്ലോയീസിന്റെയും എബിലിറ്റിയെ ഗ്യാരണ്ടി ചെയ്തുകൊണ്ട് തെറ്റുകുറ്റങ്ങളൊന്നും കൂടാതെ വേണം നമ്മള് ടെസ്റ്റുകളെ കണ്ടക്ട് ചെയ്യാനായിട്ട്. സെയിം ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാം, സെയിം ആയിട്ടുള്ള എൻകറേജ്മെന്റും കൊടുക്കുക. ഓക്കെ, ഇനി എന്താണ് യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രയോജനം അല്ലെ, അല്ലെങ്കിൽ യൂസബിൾ അല്ലെ. നമുക്ക് നോക്കാം. ഇറ്റ് refers to the financial gain obtained by using a specific selection method. എന്താ പറയുന്നത്? ഇങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സെലക്ഷൻ മെത്തേഡുകൾ യൂസ് ചെയ്യുന്നതിലൂടെ ഒരു ഫിനാൻഷ്യൽ ഗെയിൻ നമുക്ക് ഉണ്ടാകുന്നുണ്ട് അല്ലെ. ഉണ്ടാകുന്നുണ്ടോ? എന്താണ് ഫിനാൻഷ്യൽ ഗെയിൻ കൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത്? എന്തായിരിക്കാം ഫിനാൻഷ്യൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കാം? നമ്മളൊരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ സ്പെസിഫിക് സെലക്ഷൻ മെത്തേഡിലൂടെ നമ്മൾ എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട് അല്ലെ, ആണോ? അപ്പൊ എങ്ങനെയുള്ള എംപ്ലോയീസിനെ ആയിരിക്കാം നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് സെലക്ട് ചെയ്യുന്നത്? എത്തരത്തിലുള്ള എംപ്ലോയീസിനെ ആയിരിക്കാം? എത്തരത്തിലുള്ള എംപ്ലോയീസിനെയാണ് നമ്മൾ സെലക്ഷൻ ടെസ്റ്റ്? ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് അല്ലെ, എബിലിറ്റി അല്ലെ, കാപ്പബിലിറ്റി, സ്കില്ലുകള് അല്ലെ, അങ്ങനെയുള്ള എംപ്ലോയീസിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കേണ്ടത് അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ടാകുന്നുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തുണ്ടാകുന്നുണ്ട്? ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ടാകുന്നുണ്ട് അല്ലെ. അവര് നമ്മളെ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ ഹൈ ടാലന്റഡ്, ഹൈ സ്കില്ലുള്ള എംപ്ലോയീസ് ആണെങ്കിൽ എന്താണ്, എന്ത് കൂടും നമ്മുടെ കമ്പനിയിലേക്ക്? കമ്പനിക്ക് എന്താ കൂടാം? പ്രോഫിറ്റ് ഉണ്ടാവും ഇല്ലേ? ഓക്കെ. The main objective is to assess the increase the revenue as the function for the selection method after deducting the cost expenditure incurred during the application for the certain method. നമ്മള് ഇങ്ങനെ സെലക്ഷൻ മെത്തേഡിലൂടെ ഓരോ എംപ്ലോയീസിനെയും നല്ല സ്കില്ലുള്ള, നല്ല ടാലന്റുള്ള, നല്ല നോളജ് ഉള്ള, കഴിവുള്ള ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് റവന്യൂ, വരുമാനം കൂട്ടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവരെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ സെലക്ഷൻ മെത്തേഡുകൾ, പല പല മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എന്താണ്, കോസ്റ്റ് കുറവുള്ള മെത്തേഡുകൾ യൂസ് ചെയ്യണം. ഓക്കെ, കോസ്റ്റ് കുറവുള്ളതും അതുപോലെ തന്നെ നമുക്ക് അവരെ സെലക്ട് ചെയ്തുകൊണ്ട് വരുമാനം കൂട്ടാനായിട്ടും സാധിക്കുന്നുണ്ട്. Standard level of utility in low selection ratios. Thus, it is totally related to the capability of the organization to attract a large number of talented and qualified applicants for every vacant position. നമ്മുടെ കമ്പനിയിൽ ഒരു വാക്കന്റ് പൊസിഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്ക് സെലക്ട് ചെയ്യുന്നത് എത്തരത്തിലുള്ള എംപ്ലോയീസിനെ ആയിരിക്കാം? നല്ല ടാലന്റഡ് ഉള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ആയിരിക്കും. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ എംപ്ലോയീസ് അല്ല വരാം അല്ലെ, ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ് വരും. അവരെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നമ്മള് സെലക്ഷൻ നമ്മൾ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പല പല മെത്തേഡുകൾ, ഇന്റർവ്യൂസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ എന്താണ് നല്ല രീതിയിലുള്ള എംപ്ലോയീസിനെ, ടാലന്റഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള, ആ പൊസിഷനിലേക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് ഇതെന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് സെലക്ഷൻ മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ട യൂട്ടിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി എന്താണ് റിലയബിലിറ്റി, വിശ്വസ്തത അല്ലെ. റിലയബിലിറ്റി, it denotes the uniformity of the selection test. റിലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? യൂണിഫോമിറ്റി. യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകീകരണം അല്ലെ, അല്ലെങ്കിൽ ഏകീകൃതമായിട്ടുള്ള സെലക്ഷൻ ടെസ്റ്റ്. സെലക്ഷൻ ടെസ്റ്റിന്റെ ഒരു യൂണിഫോമിറ്റിനെയാണ് റിലയബിലിറ്റി ബേസ് ചെയ്തിരിക്കുന്നത്.
Any selection, any test is said to be reliable only if it is consistently providing the same result. Test reliable ആണ്, വിശ്വസനീയമാണ് എന്ന് കരുതണമെങ്കിൽ എന്താണ് ടെസ്റ്റിന്റെ ആ റിസൾട്ട് സെയിം റിസൾട്ട് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, with an unreliable test, an individual may score high on one event and very low on the other, even if the both events are mutually close in time. This uniformity is developed with the help of a re-examination of candidate with the same test on two or more events or by any other method to evaluate the uniformity of the test scores. ഇവിടെ പറയുന്നത് നമ്മളൊരു ടെസ്റ്റ് നമ്മൾ നടത്തുമ്പോ എന്താണ് ചിലപ്പോൾ ഒരു പ്രാക്ടിക്കൽ സൈഡ് നടത്താം, അതുപോലെ തന്നെ തിയറി ബേസ്ഡ് നടത്താം അല്ലെ. തിയറി ബേസ്ഡ് നടത്തിയപ്പോ ഫോർ എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ, പെട്ടെന്ന് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ പറയുന്നതാണ്, ശ്രദ്ധിച്ച് കേട്ടാൽ മതി. അപ്പോ തിയറി നമ്മൾ എഴുതി നോക്കിയപ്പോ എന്താണ് 100ല് 95 മാർക്ക് കിട്ടി. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ചെയ്തപ്പോ അതിന്റെ സ്കോർ എന്ന് പറയുന്നത് ടോട്ടല് 40 മാർക്കിലാണ്. അപ്പൊ ചിലപ്പോ ഒരു കാൻഡിഡേറ്റിന് ചിലപ്പോ 5 അല്ലെങ്കിൽ 10 മാർക്ക് കിട്ടാം. അപ്പൊ എന്താണ് വ്യത്യാസം? തിയറി ബേസ്ഡ് ആയിട്ട് എഴുതിയപ്പോ നല്ല വിവരങ്ങളും കാര്യങ്ങളുണ്ട്, പക്ഷെ പ്രാക്ടിക്കൽ ബേസ്ഡില് അയാള് ലോ ആയല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ഓർഗനൈസേഷനിലോട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താവും, പ്രോഫിറ്റ് കൂട്ടാൻ ചാൻസ് ഉണ്ടോ? തിയറി കറക്റ്റ് ആയിട്ട് അറിയാം, പ്രാക്ടിക്കൽ പറ്റില്ല അല്ലെ. പ്രാക്ടിക്കലില് വെരി ലോ സ്കോർ ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ലോസ് ആവാൻ ചാൻസ് ഉണ്ട് അല്ലെ. പ്രോഫിറ്റ് ഇല്ലാതെ കമ്പനി ലോയിലേക്ക് പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോ എന്ത് ചെയ്യണം, ഇങ്ങനെ ചിലപ്പോ നമ്മൾ എന്താണ് നല്ല രീതിയിൽ മെത്തേഡുകളൊക്കെ മാറ്റി ഓരോ ഇവന്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മള് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് നല്ല രീതിയിലുള്ള സ്കോറുകളുള്ള ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുന്നു. ഓക്കെ, ക്ലിയർ ആയോ? പ്രീ എക്സാമിനേഷൻ നടത്തിയോ, അല്ലെങ്കിൽ ഇപ്പോ സ്കോർ കുറഞ്ഞ ചിലപ്പോൾ എന്താണ് ടെസ്റ്റിനൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ടെസ്റ്റുകളായിരിക്കാം നടത്തുന്നത്. അപ്പൊ ചിലർക്ക് സ്കോർ കുറയാം അല്ലെ. അല്ലെങ്കിൽ എന്താണ് റീ എക്സാമിനേഷൻ, അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് റീ എക്സാമിനേഷൻ ചെയ്യാം. അല്ലെങ്കിൽ പല ഇവന്റിന്റെ അടിസ്ഥാനത്തിൽ വേറെ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്ത് നല്ല രീതിയിലുള്ള ആളുകൾ, നല്ല സ്കോർ കിട്ടിയ ആളുകളെ നമുക്ക് തിയറി ബേസ്ഡ് ആയാലും പ്രാക്ടിക്കൽ ബേസ്ഡ് ആയാലും നോക്കിയിട്ട് അങ്ങനെയുള്ള ആളുകളെ സെലക്ട് ചെയ്തെടുക്കാം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോ സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡിനോട്ട് ചെയ്യുന്നത് ഒരു യൂണിഫോമിറ്റി, ഏകീകൃതത്തെയാണ് നമ്മൾ അവിടെ റിലേറ്റിവിറ്റി കൊണ്ട് സെലക്ഷൻ ടെസ്റ്റ് റിലേറ്റിവിറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാല് എന്താണ്, റിലേബിൾ ആയിരിക്കണം. ഓക്കെ, സെലക്ഷൻ ടെസ്റ്റ് ഇസ് റിലേബിൾ ആണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, സെയിം ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ഓരോ എക്സാമിനേഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഓരോ ഇവന്റിന്റെ അടിസ്ഥാനത്തിൽ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ സെയിം റിസൾട്ട് തന്നെ കിട്ടണം. നമ്മൾ പറഞ്ഞില്ലേ, പ്രാക്ടിക്കൽ നടത്തിയപ്പോ എന്താണ് മാർക്ക് കുറവും, അല്ലെങ്കിൽ തിയറി നടത്തിയപ്പോ ഹൈ സ്കോറും കിട്ടിയാൽ അത് പോസിബിൾ ആകില്ല. അതുകൊണ്ട് പ്രാക്ടിക്കലും അതുപോലെ തന്നെ തിയറി കണ്ടക്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള സ്കോറുകൾ നമുക്ക് അവിടെ ലഭിക്കാം. ഓക്കെ, എന്നാൽ മാത്രമാണ് ടെസ്റ്റ് റിലേബിൾ ആണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, റിലേബിലിറ്റി. ഇനി നെക്സ്റ്റ് ആണ് എന്ത്, വാലിഡിറ്റി. Validity of the test is an important element. Okay, ടെസ്റ്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്, വാലിഡിറ്റിയാണ്. Okay, as it is the degree to which a test evaluator what is supposed to evaluate. നമ്മൾ എന്തിനെയാണോ അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, വിലയിരുത്തുന്നത്, അതാണ് ഈ വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The selection test is required to be valid because the validity provides logical and legally accepted reasons to carry out the test for the screening of the job applicant. അപ്പോൾ ഒരു ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ, ഒരു സെലക്ഷൻ ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അത് ലോജിക്കൽ ആയിട്ടും ലീഗൽ ആയിട്ടും ആക്സെപ്റ്റഡ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ടെസ്റ്റ് നടത്തിയപ്പോ ലോജിക്കൽ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ടെസ്റ്റ് ആണ് എന്ന് പറയാനായിട്ട് പാടില്ല. ലോജിക്കൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ നിയമപരമായിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതെന്താണ്, ആക്സെപ്റ്റഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്.
The test must be valid under the specific situation and for the definitive group of people. Therefore, the test is said to be valid when it is capable to measure the factors for which it is designed. For example, പറയാം ഇപ്പൊ ഒരു കമ്പനിയിലേക്ക് ഒരു HR മാനേജറെ ആവശ്യമുണ്ട്. അപ്പോ HR മാനേജറെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലായിരിക്കാം? ചില ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അല്ലെ. നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് നോക്കുന്നുണ്ട്? എന്താണ് അയാളുടെ ക്വാളിഫിക്കേഷൻ നോക്കും അല്ലെ, അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ, അയാളുടെ സ്കില്ല്, ക്വാളിറ്റി, ഇതൊക്കെ അനുസരിച്ചിട്ടാവാം ആ പൊസിഷനിലേക്ക് നമ്മൾ ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ കമ്പനിയിലേക്ക് എന്താണ് ഒരു HOD, ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് HODയുടെ ആവശ്യമുണ്ട്. അപ്പൊ ആ HODനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. എന്ത് എക്സാമ്പിൾ പറഞ്ഞത്? എന്താ പറഞ്ഞത്? HR മാനേജറുടെ പോസ്റ്റിലേക്ക് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ഫാക്ടേഴ്സ് നോക്കിയിട്ടായിരിക്കോ HODനെ അദ്ദേഹത്തെ സെലക്ട് ചെയ്യുന്നത്? ആണോ? എന്താ അഭിപ്രായം നിങ്ങളുടെ? ഡിഫറൻസ് ഉണ്ടാവോ ഇല്ലയോ? ഓക്കെ, നോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡിഫറൻസ് ഉണ്ടാവോ അല്ലെ? ഇപ്പോ ഒരു സ്ഥാപനത്തിലേക്ക് പല പല ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ട് വരുമ്പോ എന്താണ് അത് എന്താണ് കമ്പനിയുടെ റൂൾസ് അല്ലെ. ഓരോ ഇന്റർവ്യൂ സെലക്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഇന്റർവ്യൂവും ഓരോരുത്തർക്കും ഓരോ പൊസിഷനിലേക്ക് കണ്ടക്ട് ചെയ്യുമ്പോഴും അത് വ്യത്യാസം ഉണ്ടാവും. അതിന്റെ റൂൾസ് അനുസരിച്ചിട്ട് വേണം നമ്മള് കമ്പനിയിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യാൻ അല്ലെ. ഇപ്പൊ ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ സെലക്ട് ചെയ്യുന്നത് HODയുടെ ഫാക്ടേഴ്സ് എടുത്തിട്ടായിരിക്കോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അതിൻ്റെതായിട്ടുള്ള ഫാക്ടേഴ്സും കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആളുകളെ സെലക്ട് ചെയ്യുമ്പോഴും എന്താണ് അതിൻ്റെതായിട്ടുള്ള റൂൾസ് ഉണ്ടാവും, പോളിസീസും പ്രൊസീജിയേഴ്സും ഉണ്ടാവും. അപ്പൊ ഓരോ സ്റ്റാഫിനെയും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ഫാക്ടേഴ്സ് അവരുടേതായിട്ടുള്ള ഫാക്ടേഴ്സ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നത്. അതാണ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കാം, പ്രിപ്പറേഷൻ. A complex structure of the test may fail to provide quality result. Therefore, a test need to be prepared very effectively and efficiently. At the same time, it should be easy to conduct. എന്താണ് പറയുന്നത് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്? നമ്മൾ ഒരു ടെസ്റ്റ് അല്ലെ, എന്താണ് ഒരു എന്താ പറയാ, ഒരു റിസൾട്ട് നമ്മൾ ടെസ്റ്റ് നടത്തി അതിന്റെ റിസൾട്ട് കിട്ടുമ്പോ ഇവര് എന്താണ് ആ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ടാസ്ക് ആണെന്ന് പറയാൻ പറ്റും. ഒരു ഓർഗനൈസേഷൻ ടെസ്റ്റ് നടത്തുന്നത് അല്ലെ, അതിന്റെ റിസൾട്ട് ഫെയിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, കോംപ്ലക്സ് സ്ട്രക്ചറിലാണ് നമ്മൾ ടെസ്റ്റ് നടത്തുന്നതെങ്കിൽ അല്ലെ, അതുപോലെ പാടായിട്ടുണ്ടെങ്കിൽ അല്ലെ, ടെസ്റ്റ് നടത്തുമ്പോൾ നിങ്ങൾ പറയാറുണ്ടല്ലേ, അല്ലെങ്കിൽ ചില എക്സാംസിനൊക്കെ പോകുമ്പോ വലിയ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലായില്ല, വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അതൊരു കോംപ്ലക്സ് സ്ട്രക്ചർ ആണെങ്കിൽ അവിടെ വരുന്ന എംപ്ലോയീസിന് അത് എന്താണ് എഴുതാനായിട്ട്, അല്ലെങ്കിൽ റിട്ടൺ ടെസ്റ്റ് ആണെങ്കിൽ എഴുതാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കാം? ചിലപ്പോ ഭൂരിഭാഗം ആൾക്കാരും ഫെയിൽ ആയിട്ടുണ്ടാവും അല്ലെ, അത്ര മാർക്ക് ഉണ്ടാവില്ല. അതാണ് അവിടെ പറയുന്നത് കോംപ്ലക്സ് സ്ട്രക്ചർ ഓഫ് ദി ടെസ്റ്റ് മേ ഫെയിൽ ടു പ്രൊവൈഡ് ക്വാളിറ്റി റിസൾട്ട്. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഫെയിൽ ആവാം. ഇങ്ങനെ വരുമ്പോ കോംപ്ലക്സ് സ്ട്രക്ചറിൽ ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യും. Therefore, test need to prepare very efficiently and effectively, and the same time should be easily to conduct. അപ്പോൾ ടെസ്റ്റ് നടത്തുമ്പോൾ എന്താണ് അധികം ബുദ്ധിമുട്ടാവാനായിട്ട് പാടില്ല, അധികം ഈസി ആവാനായിട്ട് പാടില്ല. അപ്പൊ നമ്മള് ഈസി രീതിയിൽ എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്യാനായിട്ടുള്ള ഒരു ഈസി വേയിലാണ് നമ്മൾ കണ്ടക്ട് ചെയ്യാനായിട്ട്. മനസ്സിലായോ? ഓക്കെ, അധികം കോംപ്ലക്സ് സ്ട്രക്ചർ ആവാനായിട്ട് പാടില്ല. അതിന്റെ കോംപ്ലക്സ് സ്ട്രക്ചർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതിന്റെ റിസൾട്ട് വരുന്നത് ഫെയിൽ. ഓക്കെ, പ്രിപ്പറേഷൻ അപ്പോ ക്ലിയർ ആയോ? ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അധികം ബുദ്ധിമുട്ടിലേക്ക് വരാനായിട്ട് പാടില്ല, കോംപ്ലക്സ് സ്ട്രക്ചർ ആവാനായിട്ട് പാടില്ല, ഈസി ആയിട്ട് വേണം കണ്ടക്ട് ചെയ്യാനായിട്ട്.
അതാണ് പറയുന്നത്, വളരെ ഈസി ആവാനും പാടില്ല, ഒരു മിഡിൽ ടൈപ്പ്. മനസ്സിലായോ? വളരെ കോംപ്ലക്സ് ആണെങ്കിൽ അതൊരു ചിലപ്പോ എന്താണ് ടാലന്റ് ആയിട്ടുള്ള പേഴ്സൺസിനും എഴുതാൻ പറ്റാത്ത രീതിയിലുള്ള എക്സാംസ് ഒക്കെ ആണെങ്കിൽ, കോംപ്ലക്സ് സ്ട്രക്ചർ ആണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് കേട്ടോ അങ്ങനെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇത് സ്യൂട്ടബിലിറ്റി. A test must be according to the nature of the group on which it is being conducted. For example, a written test containing difficult words is useless if it is applied to workers who are not much literate. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ലിറ്ററേറ്റ് ആയിട്ടുള്ള വർക്കേഴ്സിന്റെ എക്സാം ഡിഫിക്കൽട്ട് വേർഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഇലിറ്ററേറ്റ് അധികം പഠിപ്പില്ലാത്ത അല്ലെ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മളൊരു ടെസ്റ്റ് നടത്തി കഴിയുമ്പോൾ അവരുടെ ആ ടെസ്റ്റിന് എന്താണ് യൂസ് ചെയ്യുന്ന വേർഡ്സ് ഡിഫിക്കൽട്ട് ആയി കഴിഞ്ഞാൽ അവർക്ക് അത് വായിച്ച് മനസ്സിലാക്കാനും അതിന് എന്താണ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും, ഇല്ലേ? ആണോ? ആണോ? വരാറുണ്ടോ? സംഭവിക്കാറുണ്ടോ? ഇലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മളൊരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോ ഡിഫിക്കൽട്ട് വേർഡ്സ് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വേർഡ്സ് ഒക്കെ വെച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വായിച്ച് മനസ്സിലാക്കി അതിനുള്ള ആൻസർ പ്രിപ്പയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, ഇല്ലേ? ആ ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ അത്തരത്തിലുള്ള ആളുകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ തയ്യാറാക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അങ്ങനെ അത്യാവശ്യമായി കഴിയുമ്പോൾ അവർക്ക് എന്താണ് അത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സുകൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വായിച്ച് മനസ്സിലാക്കി അത് പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളെ മനസ്സിലാക്കി അത്തരത്തിലുള്ള ടെസ്റ്റ് വേണം നമ്മൾ കണ്ടക്ട് ചെയ്യാനായിട്ട്. അവർക്ക് അത് വായിച്ച് മനസ്സിലാക്കി എഴുതാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സ്യൂട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ വേണം നമ്മള് ടെസ്റ്റുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇത്തരം കാര്യങ്ങളാണ് ഫാക്ടേഴ്സ്. ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് അടങ്ങുന്ന ഫാക്ടേഴ്സ്. ഇത്തരം ഫാക്ടേഴ്സ് നോക്കിയിട്ട് വേണം നമ്മൾ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാനായിട്ട്. വായിച്ചു നോക്കാം കേട്ടോ.
വായിച്ചു കഴിഞ്ഞോ? നെക്സ്റ്റ് ആണ് അഡ്വാൻറ്റേജസ് ഓഫ് ടെസ്റ്റ്. എന്തൊക്കെ ഗുണങ്ങളാണ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത്? ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? റിലയബിൾ ടൂൾ. സെലക്ഷൻ ടെസ്റ്റ് are regarded as a reliable or unbiased tool to evaluate and select the best candidate for the vacant position. അല്ലെ, നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിലേക്ക് ഒരു വാക്കന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ടെസ്റ്റ് നടത്തി ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്ത് ആളുകളെ അതിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അല്ലെ, അപ്പോ റിലയബിൾ ആണ് അല്ലെ, ടെസ്റ്റ് എന്ന് പറയുന്നത് റിലയബിൾ ആണ്. അതുപോലെ തന്നെ അൺബയാസ്ഡ്, തെറ്റുകുറ്റങ്ങളൊന്നും കൂടാതെ, തെറ്റുകളൊന്നും വരാത്ത രീതിയിലുള്ള ഒരു ടൂൾ ആണ് നമുക്ക് ടെസ്റ്റിനെ പറയാനായിട്ട് പറ്റും. ഇനി സെലക്ഷൻ ടെസ്റ്റ് ആർ ഓൾവേസ് ഫ്രീ ഫ്രം ദ പേഴ്സണൽ ബയാസസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഓഫ് കമ്പാരിസൺ ടു അതർ ടെക്നിക്സ് യൂസ്ഡ് ഫോർ സെലക്ഷൻ പർപ്പസസ് സച്ച് ആസ് ഇന്റർവ്യൂസ്. നമ്മുടെ ഇന്റർവ്യൂസിലൂടെ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ട് ഇന്റർവ്യൂസിലൂടെ എന്താണ് തെറ്റുകളൊന്നും വരാതെ, അതുപോലെ തന്നെ ആരെയും ഡിസ്ക്രിമിനേഷൻ വരുത്താതെ അങ്ങനെയുള്ള ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ആളുകളെ ആ പൊസിഷനിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അല്ലെ, എന്താണ് ഒരു ഡിസ്ക്രിമിനേഷൻ കൂടാതെ, അല്ലെങ്കിൽ എന്താണ് ഇന്നയാളെ പറ്റില്ല അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്തിട്ടോ അങ്ങനെയൊന്നുമല്ല ആളുകളെ സെലക്ട് ചെയ്യുന്നത്. ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നു, അതിൽ ഹൈ സ്കോർ കിട്ടിയ ആളുകളെ സെലക്ട് ചെയ്യുന്നു, ഇന്റർവ്യൂ നടത്തുന്നു, അതിൽ നല്ല രീതിയിലുള്ള വില്ലിംഗ് ആയിട്ടുള്ള നോളജുള്ള സ്കില്ലുള്ള ആളുകളെ ആ പൊസിഷനിലേക്ക് നമ്മൾ കയറ്റുന്നു. അല്ലെ, അപ്പൊ ടെസ്റ്റ് എന്താണ്? റിലയബിൾ ടൂൾ ആണെന്ന് പറയാനായിട്ട് പറ്റും. Ideal for large groups. Selection test has an advantage over other tests as it can be conducted a large number of candidates at the same time. Selection test is the only techniques to save the time and money for the organization of the time of selection candidate from the large pool. നമുക്കറിയാം എന്താണ് ഒരു ലാർജ് പൂളിൽ നിന്ന് അല്ലെ കുറേ അധികം ആളുകൾ ഉണ്ടാവും, അതിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്യുകയാണ് സെലക്ഷൻ ടെസ്റ്റ് വഴി ചെയ്യുന്നത്. അങ്ങനെ സെലക്ഷൻ ടെസ്റ്റ് വഴി നടത്തി ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്ത് ആളുകളെ കയറ്റുന്നു. അല്ലെ, ആ പൊസിഷനിലേക്ക് ആളുകളെ സെലക്ട് ചെയ്തെടുക്കുന്നു. അപ്പൊ ഇങ്ങനെ ലാർജ് നമ്പർ ഓഫ് ആളുകളെ ഇപ്പൊ ഇന്റർവ്യൂ മാത്രം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ് ഒരു 100 ചില്ലാനം ആളുകൾ ആ വേക്കൻസിയിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ചില്ലാനം ആളുകൾ കാൻഡിഡേറ്റുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂ നടത്തി നമ്മൾക്ക് എന്താണ് അത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അല്ലെ, ഇന്റർവ്യൂ എത്ര ദിവസം നടത്തേണ്ടി വരും? ഇല്ലേ, ഒരു ദിവസം കൊണ്ട് തന്നെ 100 ചില്ലാനം പേര് അല്ലെങ്കിൽ 150 പേര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് അവരെ ഇന്റർവ്യൂ ചെയ്തിട്ട് ആ പൊസിഷനിലേക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരു 3-4 ദിവസം വേണ്ടി വരും. അല്ലെ, 3-4 ദിവസം പോരാതെ വരും. അല്ലെ, ബുദ്ധിമുട്ടാണല്ലേ അത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെലക്ട് ടെസ്റ്റുകൾ നടത്തി അതിൽ നിന്ന് ഹൈ സ്കോറുള്ള ആളുകളെ എടുത്ത് എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർവ്യൂ നടത്തിയിട്ടാണ് ആ പൊസിഷനിലേക്ക് കയറ്റുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് മണി സേവ് ചെയ്യാൻ പറ്റും, അത്ര കോസ്റ്റ് ആവില്ല. അതുപോലെ തന്നെ ടൈം നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി എന്താണ്?
predictor of intangible talents. Selection tests are a useful tool to identify the hidden talent and the skills of the individuals. നമുക്കറിയാം എന്താണ് ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് നല്ല സ്കില്ലുകളും ടാലന്റുകളും ഉള്ള നല്ല രീതിയിലുള്ള ആളുകളെ നമുക്ക് അതിലൂടെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. Goal specific and target oriented. In order to evaluate a particular characteristics of individual, various selection tests are used by the organization. For achievement test can be used to discover the existing performance of the candidate. On the other hand, aptitude test considered for evaluating the prospective performance. അപ്പൊ എന്താണ് നമുക്ക് ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടാണ് ഓർഗനൈസേഷനിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുന്നത് അല്ലെ. അവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്താണ്, നമ്മൾ ആ സ്പെസിഫിക് ഫീൽഡിൽ നമ്മൾ ക്യാപ്പബിൾ ആണോ ഇല്ലയോ എന്ന് സെലക്ട് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അതിന്റെ ആ മെഷർ ചെയ്ത് നോക്കുന്നതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. സ്കൂൾ സബ്ജക്ട് നമുക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് കിട്ടുന്നത് എത്ര അറ്റൈൻ ചെയ്യുന്നുണ്ട് എന്ന് നോക്കുന്നതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാലോ ഫ്യൂച്ചറിൽ അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നതാണ് എന്ത്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അബിലിറ്റി ടെസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഇനി എന്താണ് റെക്കോർഡ് ഫോർ ഫ്യൂച്ചർ. Selection test acts as the record keeping tool for the organization, which can be kept for future reference and investigation. ഇങ്ങനെയുള്ള സെലക്ഷൻ ടെസ്റ്റുകൾ നടത്തുന്നതിലൂടെ നമുക്ക് എന്താണ് റെക്കോർഡുകൾ, നമ്മൾ നേരത്തെ റെസ്യൂമാസ് നോക്കിയിട്ട് ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് റെസ്യൂം എന്താണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ എന്താണ് ഫ്യൂച്ചറിലേക്ക് അത് റെക്കോർഡായിട്ട് വെക്കുന്നു പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? റെസ്യൂമാസ് നമ്മള് അപ്ലിക്കേഷൻ പ്ലാൻ ഓർക്കുന്നുണ്ടോ? അപ്ലിക്കേഷൻ ഫോംസ് ഒക്കെ എന്താണ് നമ്മള് ഒരു ഫ്യൂച്ചറിൽ റെക്കോർഡ് കീപ്പിംഗ് ആയിട്ട് വെക്കാറുണ്ട് അല്ലെ എംപ്ലോയീസിന്റെ. അതുപോലെ തന്നെ എന്താണ് ഈ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുമ്പോഴും അതിന്റെ റെക്കോർഡ്സ് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട്, ഫ്യൂച്ചർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ വെക്കാറുണ്ട്. Analyzing the outcomes of the selection test may result in the formation of same guidelines for additional improvement in conduct and the administration of the test. It will become easier to draw out the effectiveness of the test by finding out the gap between actual and the best performance of the candidate. ഇങ്ങനെയുള്ള ഈ സെലക്ഷൻ ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ എന്താണ് നല്ല രീതിയിലുള്ള ബെസ്റ്റ് പെർഫോമൻസിന് നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. അതിലൂടെ നമുക്ക് എന്താണ് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് അദ്ദേഹം പെർഫെക്റ്റ് ആണോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ബെനിഫിറ്റ് ഉണ്ടാക്കോ, അതുപോലെ തന്നെ സ്കിൽ ഉണ്ടോ, കാപ്പബിലിറ്റി ഉണ്ടോ ആ പൊസിഷനിലേക്ക് എന്ന് ഈ സെലക്ഷൻ ടെസ്റ്റിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെലക്ഷൻ ടെസ്റ്റ് നമ്മൾ നടത്തുന്നതിലൂടെ അദ്ദേഹത്തിന്റെ ആ റെക്കോർഡ് കീപ്പിംഗ് അല്ലെ എന്താണ് ഫ്യൂച്ചറിലേക്ക് ഒരു റെഫറൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനോ വേണ്ടിയിട്ട് ഇത് നമ്മള് കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, അഡ്വാൻറ്റേജസ് ഓഫ് സെലക്ഷൻ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത്. ഏതൊക്കെയാണ് പറഞ്ഞത്? റിലയബിൾ ടൂൾ ആണ്, ഐഡിയൽ ഫോർ ലാർജ് ഗ്രൂപ്പ്, പ്രെഡിക്റ്റർ ഓഫ് ഇൻടാൻജിബിൾ ടാലന്റ്, ഗോൾ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ഓറിയന്റഡ്, റെക്കോർഡ് ഫോർ ഫ്യൂച്ചർ. വായിച്ചു നോക്കാം കേട്ടോ.
വായിച്ചു കഴിഞ്ഞെങ്കിലും കമ്പിടാട്ടോ. Next ആണ് disadvantages of test. So selection test has several advantages. They suffer from a few disadvantages also, which are as follows. First one ആണ് inappropriate for smaller group. Selection tests are not very effective from an aspect of cost to choose the best candidate if the applicant pool is small. It needs plenty of time and money to prepare a selection test and check whether it is valid or reliable or not. അപ്പൊ എന്താണ് ഒരു സ്മോളർ ഗ്രൂപ്പിന് ഇങ്ങനെ നമ്മൾ സെലക്ഷൻ ടെസ്റ്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇഫക്റ്റീവ് ആവോ? എന്താണ് അഭിപ്രായം നിങ്ങളുടെ? അങ്ങനെ നടത്തേണ്ട ആവശ്യമുണ്ടോ സ്മോളർ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ? ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ഒരു ഒരു വാക്കൻസി വന്നു, അതിലേക്ക് ഒരു 10 എംപ്ലോയീസ് 10 കാൻഡിഡേറ്റ്സ് വന്നു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്. അപ്പൊ അവർക്ക് സെലക്ഷൻ ടെസ്റ്റ് നടത്തി, അതിനകത്തുനിന്ന് പിന്നെ ഇന്റർവ്യൂ നടത്തി. അങ്ങനെ ആവശ്യമുണ്ടോ സെലക്ഷൻ ടെസ്റ്റ് ഇന്റർവ്യൂ നടത്തേണ്ടത്? ഇല്ല. കാരണം എന്താണ് കുറച്ച് ആളുകളാണ് വന്നിരിക്കുന്നത് അല്ലെ, ഇന്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആളുകളാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ 10 കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരെ നമുക്ക് അതിൽ ഇന്റർവ്യൂ നടത്തി, സെലക്ഷൻ ടെസ്റ്റ് നടത്താതെ ഇന്റർവ്യൂ നടത്തിയിട്ട് അതിൽ നിന്നും ആളുകളെ സെലക്ട് ചെയ്തെടുക്കും അല്ലെ. ഓക്കെ, ഇപ്പൊ സെലക്ഷൻ ടെസ്റ്റ് നടത്തി പിന്നെ ഇന്റർവ്യൂ നടത്തിയപ്പോ അതിനുള്ള പല പോസ്റ്റുകൾ വരുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, പലതരത്തിലുള്ള പോസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. സ്മോളർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്മോളർ ഗ്രൂപ്പ് ആകുമ്പോൾ അങ്ങനെ ഇങ്ങനത്തെ ഇപ്പൊ എംപ്ലോയീസ്, ഇത്തരത്തിലുള്ള എംപ്ലോയീസ് വളരെ കുറവാണ്, കാൻഡിഡേറ്റുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തേണ്ട ആവശ്യമില്ല. ടൈം പോകുന്നുണ്ട് നമുക്ക് അങ്ങനെയുള്ള സെലക്ഷൻ ടെസ്റ്റുകൾ നടത്തുമ്പോൾ. അതുപോലെ കോസ്റ്റ് കൂടുതലാകുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? അതാണ് പറയുന്നത് inappropriate for smaller groups. ഇനി cannot always predict work performance. Selection tests are not always capable for making 100% forecast about on the job success of an individual. Partly, they can disclose the scores above the cut-off point who will be more successful rather than those who scored below the deadline. ഇവിടെ പറയുന്നത് സെലക്ഷൻ ടെസ്റ്റ് കൊണ്ട് മാത്രം നമുക്ക് അവന് സ്കില്ലുണ്ട് അല്ലെങ്കിൽ അവന് നോളജ് ഉണ്ട് എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അല്ലെ. ഒരു എംപ്ലോയിനെ ഫ്യൂച്ചറിലേക്ക് സക്സസ്ഫുൾ ആകോ എന്ന് നമുക്ക് സെലക്ഷൻ ടെസ്റ്റ് കൊണ്ട് മാത്രം നമുക്ക് പ്രവചിക്കാനായിട്ട് പറ്റില്ല. ആണോ? എന്താണ് അഭിപ്രായം നിങ്ങളുടെ? ഒരു സെലക്ഷൻ ടെസ്റ്റ് നടത്തിയിട്ട് അല്ലെ, ഒരു സെലക്ഷൻ ടെസ്റ്റ് നടത്തിയിട്ട് ഒരു ഓർഗനൈസേഷനിലേക്ക് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ അവരെ കൊണ്ട് സക്സസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും? ഇല്ല അല്ലെ. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു സ്കൂളിൽ ഒരു ടീച്ചറിന് ആവശ്യമുണ്ട്. പറഞ്ഞതാണ്, പല ഇതിൽ എക്സാമ്പിൾ പറഞ്ഞതാണ്, എന്നാലും പറയാം. അപ്പൊ ഒരു ടീച്ചറിന് ആവശ്യമുണ്ട്. ഓക്കെ, യുപിയിലേക്ക് ഒരു ടീച്ചറിന് ആവശ്യമുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? അവര് അപേക്ഷ ക്ഷണിച്ചു. അപ്പൊ ഒരു 100 പേര് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഇന്റർവ്യൂ അല്ലെങ്കിൽ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്തു അല്ലെ. 100 പേര് വരുമ്പോ അവരെന്ത് ചെയ്യും? ഒബ്വിയസ്ലി എന്ത് ചെയ്യും? റിട്ടൺ ടെസ്റ്റ് നടത്തും. ആ റിട്ടൺ ടെസ്റ്റ് നടത്തിയിട്ട് അതിൽ നിന്നും ഹൈ സ്കോർ ആയിട്ടുള്ള ഒരു ടീച്ചറിനെ സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
എന്താണ് അത് സക്സസ്ഫുൾ ആകോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല. സക്സസ്ഫുൾ ആകില്ല എന്ന് 100% പറയാൻ പറ്റില്ല നമുക്ക്. എന്താണ് ടീച്ചർ ചിലപ്പോൾ ആ ടീച്ചറിന് ചിലപ്പോൾ നോളജ് ഉണ്ടാവും, ആ സബ്ജക്റ്റില് നോളജ് ഉണ്ടാവാം, പക്ഷെ ടീച്ചിങ് സ്കിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് ജോലി കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതിനെ എന്ത് ചെയ്യണം, നമ്മള് ഡെമോ ക്ലാസ് എടുപ്പിച്ച് നോക്കണം. ടീച്ചിങ് സ്കിൽ ഉണ്ടോ അല്ലെങ്കിൽ വെറുതെ ആണോ. ഇത് നമ്മള് നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് പ്രാക്ടിക്കലി അല്ലെ, തിയറിയിൽ മാത്രം ഹൈ സ്കോർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സക്സസ്ഫുൾ ആവുമെന്ന് പറയാൻ പറ്റില്ല അല്ലെ. പ്രാക്ടിക്കല് ചെയ്യിച്ച് നോക്കണം അല്ലെ, ഡെമോ ക്ലാസ് എടുപ്പിച്ച് നോക്കിയാലേ നമുക്കത് സക്സസ്ഫുൾ ആവോ ഇല്ലയോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. കനോട്ട് ഓൾവേസ് പ്രെഡിക്റ്റ് വർക്ക് പെർഫോമൻസ്. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് ആണ് cannot be used only as the supplement. The test can only be used as a supplement rather than the alternative for other third offer selections such as application forms and interviews. ഈ application forms അതുപോലെ തന്നെ interviews ഇതുപോലെയുള്ള സെലക്ട് ചെയ്യാനായിട്ടുള്ള ഉപാധികളാണ് എന്ന് പറയുന്നത്. ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഉപാധികളാണ്. അപ്ലിക്കേഷൻ ഫോം ഉണ്ടാവാം, ഇന്റർവ്യൂസ് ഉണ്ടാവാം. ഇന്റർവ്യൂസും അപ്ലിക്കേഷൻ ഫോം ഒക്കെ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സപ്ലിമെന്റ് ആണെന്നാണ് പറയുന്നത്. ഇനി ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വഴക്കം അല്ലെ. ദ സെലക്ഷൻ ടെസ്റ്റ് ആർ പ്രീ പ്ലാൻഡ് ടെസ്റ്റ്. അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, സെലക്ഷൻ ടെസ്റ്റ് ആർ പ്രീ പ്ലാൻഡ് ടെസ്റ്റ് എന്ന് പറയുന്നുണ്ട് അല്ലെ. ആൻഡ് they cannot be modified consistently to correspond to the changing situation. In addition, since it is an impersonal technique, it may fail to notice the significant individual difference in which are essential for the job performance. പറയുന്നത് ഒരു ടെസ്റ്റ് എന്നിട്ടുണ്ടെങ്കിൽ എന്നാൽ ഒരു പൊതുവായ കാര്യമാണ് അല്ലെ. പക്ഷെ അത് വ്യക്തിഗത വ്യത്യാസങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നത്, ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തിക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ അത് ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയാം, ഒരു ഇൻഡിവിജ്വലുമായിട്ടുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കാതെ സെലക്ഷൻ ടെസ്റ്റുകൾ കണ്ടെത്തി അല്ലെങ്കിൽ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. എക്സാമ്പിൾ പറയാം, പോലീസ് ടെസ്റ്റ്. പോലീസ് ടെസ്റ്റിന് എന്താണ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. എന്താണ് ഇപ്പോ ചാടിക്കടക്കാം, അതുപോലെ തന്നെ എന്താണ് ഈ വള്ളിയില് അല്ലെ കയറുമേൽ തൂങ്ങിയിട്ട് അങ്ങനെയുള്ള ടെസ്റ്റുകൾ, പ്രാക്ടിക്കൽ ടെസ്റ്റുകൾ നമ്മൾ നടത്താറുണ്ട് പോലീസ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഒരു നല്ല തടിയുള്ള ആള് വന്നപ്പോ അയാളോട് പറഞ്ഞു എന്താണ് ഇത് ചാടിക്കിടക്കാം അല്ലെങ്കിൽ കയറിൽ തൂങ്ങി കിടക്കാം, കയറിൽ തൂങ്ങി ഇങ്ങനെ കയറാം. അപ്പൊ അയാൾക്ക് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും, നല്ല വെയിറ്റ് ഉള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ എന്താണ് അതിന് ഫെയിൽ ആവാം. പക്ഷെ അദ്ദേഹത്തിന് എന്തുണ്ടാവാം, ഒരു കേസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാനായിട്ടുള്ള കഴിവ് അയാളിൽ ഉണ്ടാവാം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കാതെ സെലക്ഷൻ ടെസ്റ്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ് ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. ഓരോ വ്യക്തികളെ മനസ്സിലാക്കിയിട്ട്, ഓരോ വ്യക്തികളെ കഴിവിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിലേക്ക് ഉപകാരം ഉണ്ടാവും. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. ഒരു പോലീസ് ടെസ്റ്റ് നടത്തി കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു നല്ല തടിയുള്ള ആള് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് കയറിൽ തൂങ്ങി കിടക്കാൻ പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കാം അല്ലെ. താഴേന്ന് മേലോട്ട് കയറാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന് എന്തുണ്ട്, ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ അത് തെളിയിക്കാനായിട്ടുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടാവാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇത് criticize for discrimination. Many times test and its users are criticized for discrimination against the underprivileged classes. Tests are also considered as a treat to rights. Sometimes such disapprovals restrict the organizations from looking towards the പോസിറ്റീവ് ആസ്പെക്ട് ഓഫ് എ ടെസ്റ്റ്. ഇവിടെ പറയുന്നത് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു യോഗ്യത പരിശോധനയാണ് അല്ലെ. ഒരു യോഗ്യത പരിശോധിക്കുന്നതാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോ അത് എങ്ങനെയൊക്കെ ആവാം, ഫിസിക്കൽ ആവാം, അതുപോലെ തന്നെ എന്താണ് മറ്റു ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മൾ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലെ. റിട്ടൺ ടെസ്റ്റ് ആവാം, ഫിസിക്കലി നടത്താം അല്ലെ. പോലീസ് ടെസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ പ്രാക്ടിക്കല് ചെയ്യാം അല്ലെ, ഫിസിക്കലി ടെസ്റ്റ് നടത്താം, മറ്റേതെങ്കിലും രീതിയിലൊക്കെ ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്.
അപ്പോ ചില അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾ വരുമ്പോ വിവേചനം കാണിക്കാറുണ്ട് ഇല്ലേ? നിങ്ങൾ ഇതില് എന്താണ് യോഗ്യരല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവര് തള്ളിക്കളയാറുണ്ട് ഇല്ലേ? ചില ടെസ്റ്റുകളില് കേട്ടിട്ടുണ്ടാവുമല്ലോ. ചെയ്യാറുണ്ടോ അങ്ങനെ? കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഇതില് യോഗ്യരല്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാറുണ്ട്. അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസിലുള്ള ആളുകൾ വരുമ്പോ നിങ്ങൾ യോഗ്യരല്ല. അപ്പൊ അങ്ങനെയൊന്നും ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ എന്താണ്? ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ് അല്ലെ? നിങ്ങൾ യോഗ്യരല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ എന്താണ്? അതൊരു ചിലപ്പോ അതിൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല സ്കില്ലുള്ള ആളുകളുണ്ടാവും. അപ്പൊ അതൊക്കെ ഒരു വളരെ എന്താണ് ഒരു ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസ്അഡ്വാൻറ്റേജസ് ആണെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഇത്തരം കാര്യങ്ങളാണ് ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? Inappropriate for smaller groups, cannot always predict the work performance, can be used only as a supplement, lack of flexibility, criticized for discrimination. Okay, വായിച്ചു നോക്കാം കേട്ടോ. ഇത്രയും വരെ എടുക്കുന്നുള്ളൂ. വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. തേർഡ് വൺ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അത് പറയുന്നത് എന്താണെന്ന് വെച്ചാല് അപ്ലിക്കേഷൻ ഫോംസ്, അതുപോലെ തന്നെ ഇന്റർവ്യൂസ്, ഇതൊക്കെ എന്താണ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സെലക്ഷൻ ചെയ്യാനായിട്ടുള്ള ഒരു ഉപാധികളാണെന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ അതിനകത്ത് പറയുന്നത് കേട്ടോ. അപ്ലിക്കേഷൻ ഫോംസ്, നമ്മൾ അപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുന്നുണ്ട് അല്ലെ ഇന്റർവ്യൂവിന് വരുമ്പോൾ. അതുപോലെ തന്നെ ഇന്റർവ്യൂസ്, ഇതൊക്കെ എന്താണ്? ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സപ്ലിമെന്റ് ആണ്. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഇത്രയും ഭാഗങ്ങള് അപ്പൊ ക്ലിയർ ആണെങ്കിൽ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഇപ്പൊ തന്നെ പഠിച്ചു വെക്കാം ഓരോ കാര്യങ്ങൾ. ഇപ്പൊ തന്നെ പോയിന്റുകൾ കുറേ അധികം, ഈ ചാപ്റ്റർ വലിയ ചാപ്റ്റർ ആണ്. കുറേ അധികം പഠിക്കാനുണ്ട് നമുക്ക്. ഓരോ പോയിന്റ്സുകൾ, ഡിസ്അഡ്വാൻറ്റേജ്, അതുപോലെ ഡിഫറൻസ്, പിന്നെ അതുപോലെ തന്നെ ഡെഫിനിഷൻസ്, ഇതൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അന്നന്ന് കിട്ടുന്ന ഭാഗങ്ങൾ അന്നന്ന് തന്നെ വായിച്ച് മനസ്സിലാക്കി പോവാ. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. എക്സാം ഒക്കെ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, താങ്ക് യു.